അപ്പൊ റിമൂവ് യു, ഈ ഇനിഷ്യൽ മാറിയ എല്ലാം പൊളിയും കേട്ടോ. റിമൂവ് യു എക്സിനോട് ഗമ കാണിച്ചു എന്ന് ഓർക്കുക. എന്ത് കാണിച്ചു കുട്ടികളെ? ഗമ കാണിച്ചു. ഏറ്റവും നീളം കൂടിയ ശിരോനാഡി, ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ് ഏത് കുട്ടികളെ? വാഗസ് നാഡി. അവിടെ നോക്കിക്കോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ആരാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മീൻസ് UPSC അല്ലേ? UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരെന്നാണ് ചോദ്യം. UPSC ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതായത് ഓപ്ഷൻ സി ആണല്ലേ? ഓപ്ഷൻ സി ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UPSC ചെയർമാൻ ആയിക്കോട്ടെ, അംഗങ്ങളായിക്കോട്ടെ, ഓക്കെ അല്ലേ? UPSC ചെയർമാൻ ആയിക്കോട്ടെ, അംഗങ്ങളായിക്കോട്ടെ, അവരെ നിയമിക്കുന്നത് ആര് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആരാണ് കുട്ടികളെ? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് അല്ലെ? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ UPSCയിൽ എന്തൊക്കെ റോളാണ് പ്രസിഡന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? UPSCയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോ പറഞ്ഞു ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ കാര്യങ്ങൾ UPSCയിൽ പ്രസിഡന്റ് ചെയ്യുന്നുണ്ട്? ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതല്ലാതെ UPSCയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പ്രസിഡന്റ് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ശ്രദ്ധിച്ച് കേട്ടോണേ. നിയമനം നടത്തുന്നു, UPSCയുടെ നിയമനം നടത്തുന്നു. രാജിക്കത്ത് സ്വീകരിക്കുന്നു. നീക്കം ചെയ്യുന്നു. അംഗസംഖ്യ തീരുമാനിക്കുന്നു. സേവന വ്യവസ്ഥ നിശ്ചയിക്കുന്നു. അതുപോലെ റിപ്പോർട്ട് സ്വീകരിക്കുന്നു. ഇതെല്ലാം ആരാണ് കുട്ടികളെ? ഇതെല്ലാം രാഷ്ട്രപതിയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം, രാജിക്കത്ത്, നീക്കം ചെയ്യൽ, അംഗസംഖ്യ, സേവന വ്യവസ്ഥ, റിപ്പോർട്ട്. നിയമനം, രാജിക്കത്ത്, നീക്കം ചെയ്യൽ, അംഗസംഖ്യ, സേവന വ്യവസ്ഥ, റിപ്പോർട്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാ കുട്ടികളെ? രാഷ്ട്രപതിയാണ്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. രാഷ്ട്രപതി നിയമിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രപതി ആരെയൊക്കെയാണ് നിയമിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. രാഷ്ട്രപതി നിയമിക്കുന്ന ആൾക്കാർ, അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ NHRC മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണോ? NHRCയിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണോ കുട്ടികളെ? ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണോ? ആണോ? നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ഓക്കെ അല്ലേ? അറ്റോർണി ജനറൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. അതുപോലെ ലോക്പാലിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ഓക്കെ, മനസ്സിലായല്ലോ? മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. അറ്റോർണി ജനറൽ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. ലോക്പാല് നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. മനസ്സിലായോ? മനസ്സിലായി എങ്കിൽ ദാ പിടിച്ചോ. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, മൂന്നിലും നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ,
ധനകാര്യ കമ്മീഷൻ നിയമനവും നീക്കം ചെയ്യലും രാഷ്ട്രപതി. ധനകാര്യ കമ്മീഷൻ നിയമനവും നീക്കം ചെയ്യലും രാഷ്ട്രപതി. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? തെറ്റാണോ? ഓക്കെ, എങ്കിൽ ഞാൻ പറയുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണെന്ന് പറയുന്നു. ശരിയാണോ? സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണെന്ന് പറയുന്നു. യെസ് ഓർ നോ? സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ഓക്കെ, പക്ഷെ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനായിട്ട് എന്തിന്റെ ആവശ്യമുണ്ട്? സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനായിട്ട് ഇംപീച്ച്മെന്റിന്റെ ആവശ്യമുണ്ട്. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ അവരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നീക്കം ചെയ്യുന്നതായി പ്രഖ്യാപിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ്, ഇംപീച്ച്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. ഓക്കെ, എങ്കിൽ ഞാൻ പറയുന്നു ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. ശരിയോ തെറ്റോ? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. ശരിയോ തെറ്റോ? യെസ് ഓർ നോ? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. നോ, അതും പ്രസിഡന്റ്. സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ ഹൈക്കോടതി ജഡ്ജി ആയിക്കോട്ടെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. പക്ഷേ ഇവരെ പുറത്താക്കണമെങ്കിൽ ഇംപീച്ച്മെന്റിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ നിയമനം നടത്തുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. പ്രസിഡന്റ് ആണ്. മനസ്സിലായല്ലോ? ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നതും രാഷ്ട്രപതി. ആരാ കുട്ടികളെ? രാഷ്ട്രപതി. പക്ഷേ ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി സ്വന്തമായിട്ടല്ല. ആര് പറയുന്ന അനുസരിച്ചാ രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണറെ? പറഞ്ഞേ, ആര് പറയുന്ന അനുസരിച്ചാ? സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ച് ഒരാളെയാണ് ഗവർണറായിട്ട് രാഷ്ട്രപതി നിയമിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഒരാളെയാണ് ഗവർണറായിട്ട് രാഷ്ട്രപതി നിയമിക്കുന്നത്. മനസ്സിലായ? ഗവർണറുടെ പവറൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. നിങ്ങളിപ്പം നമ്മുടെ തമിഴ്നാടിലെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. തമിഴ്നാട് അതൊരു വഴിക്ക്, കേരളത്തില് വേറൊരു വഴിക്ക്. ഇത്രയും പേര്, 3 പേര് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നു. കേട്ടാ, ഞാൻ മുഖ്യമന്ത്രിയാകും, അല്ല ഞാനാകും, അല്ലെങ്കിൽ മറ്റൊരാളാകും എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ കോമഡിയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. തമിഴ്നാട്ടിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. TVK ലീഡറായിട്ടുള്ള വിജയ് നമ്മുടെ തമിഴ്നാടിന്റെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറോട് ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് ചെല്ലുകയും നിങ്ങൾക്ക് അതിനുള്ള ഭൂരിപക്ഷം ഇല്ല, 118 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയൂമെന്ന് ഗവർണർ പറയുകയും ചെയ്തു. ഗവർണറുടെ പവർ മനസ്സിലായ? ഗവർണർ അങ്ങനെ ഒരു പവർ ഇല്ലാത്തൊരു പദവിയൊന്നും അല്ല. ഗവർണർ ഓടിച്ചു വിട്ടു. അണ്ണന്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങൾ 118 പേരെയും കൊണ്ടുവരിക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഗവൺമെന്റ് രൂപീകരിക്കാം. മനസ്സിലായ? ഇവിടെ നമുക്ക് 104 സീറ്റുള്ള പാർട്ടി, 104 സീറ്റുള്ള കക്ഷി ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിയുണ്ടാക്കുമ്പോൾ അവിടെ അണ്ണന് ആള് തികയാത്തതിന്റെ പ്രശ്നം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ക്ലിയർ ആണ്? ഇതിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാര്യം അറിയോ? KC വേണുഗോപാൽ MLA അല്ല. KC വേണുഗോപാൽ ഒരു MLA അല്ല, അദ്ദേഹം ആലപ്പുഴ MP ആണ്. ഒരു MPക്ക് എങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചോ അത്? ഒരു MPക്ക് എങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പറ്റും? ആലപ്പുഴ MP ആണ് KC വേണുഗോപാൽ. അദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രിയാകും? അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ പറ്റും. പക്ഷെ 6 മാസക്കാലത്തേക്ക് മാത്രം മുഖ്യമന്ത്രിയാകാൻ പറ്റും. ഈ 6 മാസക്കാലത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഈ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MLA രാജിവെക്കണം. ആ രാജിവെച്ചിട്ട് ആ ഒരു മണ്ഡലത്തിൽ KC വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കണം. മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് മുഖ്യമന്ത്രി പദവി തുടരാൻ പറ്റും. മനസ്സിലായ? അതായത് എന്ത് ചെയ്യേണ്ടി വരും കുട്ടികളെ? ഒരു നിയമസഭാ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടക്കേണ്ടി വരും. ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യാൻ പോവേണ്ടി വരും.
അങ്ങനെ KC വേണുഗോപാൽ വിജയിക്കുകയാണെങ്കിൽ ആലപ്പുഴ MP സ്ഥാനം അയാൾക്ക് നഷ്ടപ്പെടും. ആലപ്പുഴ MP സ്ഥാനം നഷ്ടപ്പെടും. അപ്പൊ ആലപ്പുഴ MP സ്ഥാനത്തേക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ഇലക്ഷൻ നടത്തേണ്ടി വരും. വീണ്ടും ജനങ്ങൾ ഒരു ദിവസം വോട്ട് ചെയ്യാൻ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം ചെയ്ത വോട്ടിന് എന്ത് വിലയാ ഉള്ളത്? എന്ത് വിലയാ ഉള്ളത്? ഒരു വിലയില്ല. ഓക്കെ, ക്ലിയർ ആണ്. നോക്കിയോ കുട്ടികളെ? ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒരു സംസ്ഥാന നിന്റെ MP അല്ലേടാ നീ? ശ്രീനാഥ് ആലപ്പുഴ അല്ലേടാ? നിങ്ങൾ MP അല്ലേടാ? പറഞ്ഞ് മനസ്സിലാക്കടാ പുള്ളിക്കാരൻ്റെ അടുത്ത്. ഓക്കെ, ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷെ ഗവർണറെ അങ്ങ് ചുമ്മാ നിയമിക്കാൻ പറ്റൂല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഗവർണറെ നിയമിക്കുന്നത്. മനസ്സിലായ? ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രാഷ്ട്രപതി നീക്കം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സംസ്ഥാന പദവികളുണ്ട്. SHRC എന്ന് പറഞ്ഞാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. അതുപോലെ സ്റ്റേറ്റ് PSC സംസ്ഥാന PSC അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാ കുട്ടികളെ? പ്രസിഡന്റാണ്. ക്ലിയർ ആണല്ലോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. NHRC ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. വിവരാവകാശ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. അറ്റോർണി ജനറൽ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. ലോക്പാല് നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. സുപ്രീം കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി അല്ല, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. പക്ഷെ അവിടെ നീക്കം ചെയ്യുന്നതിന് ഇംപീച്ച്മെന്റ് ആവശ്യമാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി. ഗവർണർ, സംസ്ഥാനങ്ങളിലെ ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. പക്ഷെ ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും ആരാ കുട്ടികളെ? രാഷ്ട്രപതിയാണ്. ഇത്ര മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഒരു തമ്മിട്ട് സപ്പോർട്ട് ചെയ്യുക. യെസ് ഓർ നോ? മനസ്സിലായടേ? യെസ്, മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. എല്ലാം കൂടെ തമ്പിടുന്നു. ചുമ്മാ പറഞ്ഞേടേ, ഞാൻ വേറെന്തോ ഏതൊരു വീഡിയോ കണ്ടപ്പോ അതിന്റെ ഓർമ്മയെ പറഞ്ഞത്. കുറെ കിളിപോയ പിള്ളേരുണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ, നോക്കിക്കോ. അപ്പൊ അത്രയും പഠിച്ചോ? എഴുതി വെച്ച് വായിച്ച് പഠിച്ചോണം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്. ടൈഫോയിഡ് ഇല്ലാതെ ഒരു PSC ക്വസ്റ്റ്യൻ ഇപ്പൊ ഇല്ലെന്നുള്ളൊരു സ്ഥിതി എത്തിയിരിക്കുകയാണ്. ടൈഫോയിഡ് നിർണയത്തിന് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത് കുട്ടികളെ? വൈഡൽ ടെസ്റ്റ് അല്ലേ? വൈഡൽ ടെസ്റ്റിന്റെ പ്രോസസ്സ് നമ്മൾ ബയോളജി റിവിഷൻ നടത്തിയപ്പോഴ് വൈഡൽ ടെസ്റ്റിന്റെ പ്രോസസ്സ് നമ്മൾ പഠിച്ചായിരുന്നു. എന്ത് പ്രോസസ്സാണ് വൈഡൽ ടെസ്റ്റ് നടത്തുമ്പോൾ ചെയ്യുന്നത്? അത് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞേ കുട്ടികളെ. ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന വൈഡൽ ടെസ്റ്റിൽ അഗ്ലൂട്ടിനേഷൻ. എന്താ കുട്ടികളെ? അഗ്ലൂട്ടിനേഷൻ. എന്താണ് അഗ്ലൂട്ടിനേഷൻ? വൈഡൽ ടെസ്റ്റ് അഗ്ലൂട്ടിനേഷൻ. ടൈഫോയിഡ് കണ്ടെത്താനുള്ള വൈഡൽ ടെസ്റ്റിന്റെ പ്രോസസ് ആണ് അഗ്ലൂട്ടിനേഷൻ. നിങ്ങൾ ആർക്ക് പറയാം മാൻഡെക്സ് ടെസ്റ്റ്? എന്താണ് മാൻഡെക്സ് ടെസ്റ്റ്? മാൻഡെക്സ് എന്താണ്? എന്താ കുട്ടികളെ? മാൻഡെക്സ് എന്താണ്? പറഞ്ഞേ, മാൻഡെക്സ് എന്താ? പിള്ളേരെ, മാൻഡെക്സ്, അതുപോലെ ടൈൻ, അതുപോലെ TST ട്യൂബർക്യുലോസിസ് സ്കിൻ ടെസ്റ്റ്. 1 മാൻഡെക്സ്, 2 ടൈൻ, 3 TST. ഈ 3 ടെസ്റ്റുകളും ഏത് രോഗത്തിനാണ് കുട്ടികളെ? ക്ഷയരോഗത്തിന്റെയാണ്. മാൻഡെക്സ്, ടൈൻ, TST. TSTയുടെ പൂർണ്ണ രൂപം ട്യൂബർക്യുലോസിസ്
സ്കിൻ ടെസ്റ്റ് എന്നാണ്. ട്യൂബർക്യുലോസിസ് സ്കിൻ ടെസ്റ്റ് എന്നാണ് TST യുടെ പൂർണ്ണരൂപം. ഈ 3 ടെസ്റ്റുകളും ഏത് രോഗമാണ് കുട്ടികളെ? ക്ഷയരോഗത്തിനാണ്. ഓക്കെ അല്ലേ? എങ്കിൽ പറഞ്ഞേ ലെപ്രാമിൻ 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 ടെസ്റ്റ് ലെപ്രാമിൻ ലെപ്രാമിൻ ടെസ്റ്റ് ലെപ്രാമിൻ ടെസ്റ്റ് ഏത് രോഗമാ? ലെപ്രാമിൻ ലെപ്രാമിൻ കുഷ്ഠം. പഠിച്ചോ? ലെപ്രാമിൻ കുഷ്ഠം. ലെപ്രാമിൻ ഏതാ കുട്ടികളെ? കുഷ്ഠമാണ്. ലെപ്രാമിൻ കുഷ്ഠം. ഹിസ്റ്റാമിൻ 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 എന്താ? ഹിസ്റ്റാമിൻ ഹിസ്റ്റാമിനും കുഷ്ഠം. ലെപ്രാമിനും ഹിസ്റ്റാമിനും കുഷ്ഠം. ലെപ്രാമിൻ ടെസ്റ്റ് എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ കുഷ്ഠം കണ്ടുപിടിക്കുന്നതിന്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ കുഷ്ഠം കണ്ടുപിടിക്കുന്നതിന്. ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ പറഞ്ഞേ ടൂർണിക്കറ്റ് 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 ടെസ്റ്റ് എന്തിനാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്തിനാണ്? ടൂർണിക്കറ്റ് 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 ടെസ്റ്റ് ഡെങ്കിപ്പനി കണ്ടെത്താൻ. ഡെങ്കിപ്പനി 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 കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ? ടൂർണിക്കറ്റ് ടൂർണിക്കറ്റ്. ഡെങ്കി ഫീവർ കണ്ടെത്താനുള്ള പരിശോധനയാണ് ടൂർണിക്കറ്റ്. എങ്കിൽ പറഞ്ഞ കുട്ടികളെ വാസർമാൻ 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 ടെസ്റ്റ്. വാസർമാൻ ടെസ്റ്റ് ഏതാ? വാസർമാൻ ടെസ്റ്റ് വാസർമാൻ സിഫിലിസ് രോഗം. ഏതാ കുട്ടികളെ? സിഫിലിസ് രോഗം കണ്ടെത്താനുള്ള പരിശോധനയാണ്. സിഫിലിസ് രോഗം കണ്ടെത്താനുള്ള പരിശോധനയാണ് വാസർമാൻ സിഫിലിസ് രോഗം കണ്ടെത്താനുള്ള പരിശോധനയാണ്. ഓക്കെ അല്ലേ? അടുത്ത് VDRL ടെസ്റ്റ് ഏത് രോഗം? സെയിം VDRL ഏത് തന്നെ കുട്ടികളെ? സിഫിലിസ് തന്നെയാണ്. VDRL സിഫിലിസ്. ആർക്കെങ്കിലും VDRLന്റെ പൂർണ്ണരൂപം പറയാൻ പറ്റുമോ? VDRLന്റെ പൂർണ്ണരൂപം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? VDRLന്റെ പൂർണ്ണരൂപം ആര് പറയും? VDRLന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? വിനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. വിനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. എന്താണ് VDRL എന്ന് കേട്ട് കഴിഞ്ഞാൽ? വിനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. അതാണ് VDRL ടെസ്റ്റ്. മനസ്സിലായോ കുട്ടികളെ? ഓക്കെ. അടുത്ത RT-PCR. What is RT-PCR? RT-PCR കോവിഡ് അല്ലേ? കോവിഡ് കണ്ടെത്താനുള്ള പരിശോധനയാണ് RT-PCR. കോവിഡ് കണ്ടെത്താനുള്ള പരിശോധനയാണ് RT-PCR. വാട്ട് ഈസ് RT-PCR? RT-PCRന്റെ പൂർണ്ണരൂപം എന്താ? RT-PCRന്റെ പൂർണ്ണരൂപം എന്താ? പറഞ്ഞേ. RT-PCRന്റെ പൂർണ്ണരൂപം ആര് പറയും? RT-PCRന്റെ പൂർണ്ണരൂപം ആരും പറയുന്നില്ല. RT-PCRന്റെ പൂർണ്ണരൂപം റിയൽ ടൈം അല്ല. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. കറക്റ്റ് ആണ്. RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. RT-PCR കോവിഡ് കണ്ടെത്താനുള്ള പരിശോധന. കറക്റ്റ് ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. സെറ്റ്. ഓക്കെ അല്ലേ? എങ്കിൽ പറഞ്ഞേ പോളിഗ്രാഫ് ടെസ്റ്റ് എന്തിനാണ്? പോളിഗ്രാഫ് ടെസ്റ്റ് പറ. പോളിഗ്രാഫ് ടെസ്റ്റ് എന്തിനാ? പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന. പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന. ഓക്കെ. എങ്കിൽ പറഞ്ഞേ നാർക്കോ അനാലിസിസ് ഏതാ? പോളിഗ്രാഫ് നുണ പരിശോധനയാണെങ്കിൽ നാർക്കോ അനാലിസിസ് ഏതാ കുട്ടികളെ? നാർക്കോ അനാലിസിസും നുണ പരിശോധന തന്നെയാണ്. നാർക്കോ അനാലിസിസ് കേട്ടോ. പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന, നാർക്കോ അനാലിസിസും ഏതാ കുട്ടികളെ? നുണ പരിശോധനയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. നിങ്ങൾ ഇങ്ങനെ നുണ പറയുമ്പോൾ പൊളിഞ്ഞു പോയെന്ന് ഓർക്കുക.
നാക്കുകൊണ്ട് നുണ പറഞ്ഞു എന്ന് ഓർക്കുക. നുണ പറഞ്ഞപ്പോ പൊളിഞ്ഞു പോയി, നാക്കുകൊണ്ട് നുണ പറഞ്ഞു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള നുണകൾ അല്ലെങ്കിൽ കള്ളങ്ങൾ ഇതുവരെയും ഏതെങ്കിലും പിടിക്കപ്പെടാതിരുന്നിട്ടുണ്ടോ? ഇത്രയും കാലം, അതായത് നിങ്ങൾ പണ്ടെപ്പോഴോ പറഞ്ഞ കള്ളം ഇന്ന് വരെയും അത് പിടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ? എല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ല, അത്രേ ഉള്ളൂ. ഒരാളെ കള്ളം പറഞ്ഞ് പറ്റിക്കാനൊക്കെ എളുപ്പമല്ലേ ഇന്നത്തെ കാലത്ത്? ഓക്കെ, ആ പറഞ്ഞ് നമ്മളൊരു കള്ളം പറയണമെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ആ പിടിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, ഉണ്ടാ ഇവിടെ ഇപ്പോൾ വെളി തരണ്ട. ശരി, നമ്മളൊരു കള്ളം ഒരിക്കൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാൻഡ് ആയിട്ട് പറയണം, ഒരിക്കലും പിടിക്കപ്പെടരുത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ പിള്ളേരെ, പോളിഗ്രാഫ് നുണപരിശോധന, നാർക്കോ അനാലിസിസ് എന്താണ് കുട്ടികളെ? നുണപരിശോധന. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അറിയായിരിക്കും ഷിക്ക് ടെസ്റ്റ്. ഞാൻ ഇതൊക്കെ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതെല്ലാം മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെ. ഷിക്ക് ടെസ്റ്റ് പറഞ്ഞേ, ഷിക്ക് ടെസ്റ്റ് എന്താണ്? ഷിക്ക് ടെസ്റ്റ് ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ അല്ലെ? ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഓക്കെ അല്ലെ? ഡിഫ്തീരിയ ക്ലിയർ ആണ്. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാ ടെസ്റ്റുകളും നമ്മൾ പഠിച്ച് ഏതൊക്കെ നോക്കാവേ. നമ്പർ ഇട്ട് പോവാം. ഓക്കെ, നമ്മൾ ആദ്യം വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, പിന്നെ മാൻഡെക്സ്, ടൈന്, TST. അപ്പൊ നമ്മള് 4 പഠിച്ചു. മാൻഡെക്സ്, ടൈന്, TST ക്ഷയരോഗം. അടുത്ത് 5 ലെപ്രാമിൻ കുഷ്ഠം, 6 ഹിസ്റ്റാമിൻ കുഷ്ഠം, 7 ടൂർണിക്കറ്റ് ഡെങ്കിപ്പനി, 8 വാസർമാൻ സിഫിലിസ്, 9 VDRL സിഫിലിസ്, വിനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്. വിനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്, അതാണ് സിഫിലിസ്. അടുത്ത് 10ാമതായി RT-PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? അത് കോവിഡ്. അടുത്ത പോളിഗ്രാഫ് നുണപരിശോധന, നാർക്കോ അനാലിസിസ് നുണപരിശോധന, ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. പിള്ളേരെ, എലീസ ടെസ്റ്റ് നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ചതാണ്. എലീസ ടെസ്റ്റ് എന്തുവാ? എലീസ ടെസ്റ്റ് എന്ന് പറയുന്നേ, എലീസ ടെസ്റ്റ് എന്താ? എലീസ ടെസ്റ്റ് എയ്ഡ്സിന്റെ പ്രൈമറി ടെസ്റ്റ് ആണ്. എയ്ഡ്സിന്റെ പ്രൈമറി ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് എലീസ. എയ്ഡ്സിന്റെ പ്രൈമറി ടെസ്റ്റ് ആണ് എലീസ. ഓക്കെ അല്ലേ? വെസ്റ്റേൺ ബ്ലോട്ട് എന്താ? വെസ്റ്റേൺ ബ്ലോട്ട് പറഞ്ഞ വെസ്റ്റേൺ ബ്ലോട്ട് എന്താ? വെസ്റ്റേൺ ബ്ലോട്ട് എന്താ കുട്ടികളെ? വെസ്റ്റേൺ ബ്ലോട്ട് എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട്. എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട്. എയ്ഡ്സിന്റെ പ്രൈമറി എലീസയും എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് ഏത് കുട്ടികളെ? വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എലീസയുടെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞേ. വാട്ട് ഈസ് എലീസ? എലീസയുടെ പൂർണ്ണരൂപം എന്താണ്? എലീസയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. 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 ഇതാണ് എലീസയുടെ പൂർണ്ണരൂപം കേട്ടോ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അയഡിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ അയഡിൻ ടെസ്റ്റ് എന്ത് കണ്ടെത്താനാണ്? അയഡിൻ ടെസ്റ്റ് എന്ത് കണ്ടെത്താനാണ് കുട്ടികൾ? അയഡിൻ ടെസ്റ്റ് എന്ത് കണ്ടെത്താനാണ്? അയഡിൻ ടെസ്റ്റ് അന്നജം കണ്ടെത്താനാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അന്നജത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലെന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് അയഡിൻ ടെസ്റ്റ്. അങ്ങനെയെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാംസ്യത്തിന്റെ അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള പരിശോധന ഏതാ കുട്ടികളെ? അയഡിൻ ടെസ്റ്റ് അന്നജമാണെങ്കിൽ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരിശോധന ഏതാണ് കുട്ടികളെ? ആർക്ക് പറയാം? അയഡിൻ ടെസ്റ്റ് അന്നജം, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ, നൈട്രിക് ആസിഡ് ടെസ്റ്റ് ഏതാ കുട്ടികളെ? നൈട്രിക് ആസിഡ് ടെസ്റ്റ് കേട്ടോ. നൈട്രിക് ആസിഡ് ടെസ്റ്റ് ആണ്.
ഓക്കെ, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ നൈട്രിക് ആസിഡ് ടെസ്റ്റ്, അന്നജം അയഡിൻ ടെസ്റ്റ്, അന്നജം അയഡിൻ ടെസ്റ്റ്. ഓക്കെ അല്ലേ? മാംസ്യം നൈട്രിക് ആസിഡ്, അന്നജം അയഡിൻ, അത് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ് ചോദ്യം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം, ഈസി ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗമാണ് ഏത് കുട്ടികളെ? ഹീമോഫീലിയ. ഏതാ കുട്ടികളെ? ഹീമോഫീലിയ അല്ലെ? ഹീമോഫീലിയ, ഹീമോഫീലിയ. ഓക്കെ അല്ലെ? ഹീമോഫീലിയ, ഹീമോഫീലിയ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹീമോഫീലിയ ഒക്കെ ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ലുക്കീമിയ. വാട്ട് ഈസ് ലുക്കീമിയ? ലുക്കീമിയ എന്താണ്? നമുക്ക് ലുക്കീമിയ അങ്ങനെ പറയാതെ പോകാൻ പറ്റൂല. എന്താണ് ലുക്കീമിയ? നമ്മുടെ ബ്ലഡ് ക്യാൻസർ ഉണ്ടല്ലോ, രക്താർബുദം. ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ രക്താർബുദത്തിന്റെ സയന്റിഫിക് നെയിമാണ് ലുക്കീമിയ. അതായത് WBCയുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. WBCയുടെ എണ്ണം കൂടും. നമ്മളെ രക്തത്തില് WBCയുടെ എണ്ണം കൂടുന്ന കണ്ടീഷനെയാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. WBCയുടെ എണ്ണം കൂടും, അതിനാണ് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. WBCയുടെ എണ്ണം കൂടും. എങ്കിൽ WBCയുടെ എണ്ണം കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന്റെ പേരെന്താ കുട്ടിയുടെ? WBCയുടെ എണ്ണം കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന്റെ പേരെന്താണ്? WBCയുടെ എണ്ണം കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതെന്താണ്? കറക്റ്റ് ആണ്. WBCയുടെ എണ്ണം കുറയുന്ന കണ്ടീഷനാണ് ലുക്കോപീനിയ. ഏതാ കുട്ടികളെ? ലുക്കോപീനിയ, ലുക്കോപീനിയ. WBCയുടെ എണ്ണം കുറയുന്ന കണ്ടീഷനാണ് എന്ന് പറയുന്നത് ലുക്കോപീനിയ, ലുക്കോപീനിയ. ഓക്കെ അല്ലേ? ആ, ഇനി പോളിസൈത്തീമിയ എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? പോളിസൈത്തീമിയ എന്ന് വെച്ചാൽ എന്താണ്? പോളിസൈത്തീമിയ, പോളിസൈത്തീമിയ എന്ന് വെച്ചാൽ എന്താണ്? പോളിസൈത്തീമിയ എന്ന് വെച്ചാൽ എന്താണ്? പറഞ്ഞേ, വാട്ട് ഈസ് പോളിസൈത്തീമിയ? പോളിസൈത്തീമിയ എന്താ? നമ്മളെ അരുണ രക്താണുക്കൾ ഉണ്ടല്ലോ, RBCയുടെ എണ്ണം കൗണ്ട് കൂടുന്നതന്നെയാണ് എന്തെന്ന് പറയുന്നത്? പോളിസൈത്തീമിയ. അത് പുതിയ SCRൽ കൊടുത്തിട്ടുണ്ട് പോളിസൈത്തീമിയൊക്കെ. ലുക്കോപീനിയയും പോളിസൈത്തീമിയയും ലുക്കീമിയൊക്കെ ഇപ്പം കൊടുത്തിട്ടുണ്ട്. പണ്ടൊരു ചോദിക്കുന്ന സാധനം കൂടിയാണ്. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ WBCയുടെ എണ്ണം കൂടുന്നത്. ലുക്കോപീനിയ എന്ന് പറഞ്ഞാൽ WBCയുടെ എണ്ണം കുറയുന്നത്. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RBCയുടെ എണ്ണം അല്ലെങ്കിൽ അരുണ രക്താണുക്കളുടെ എണ്ണം കൂടുന്നത്. RBCയുടെ എണ്ണം കൂടുന്നതാണ് പോളിസൈത്തീമിയ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തടാ. ഓക്കെ, ചോദ്യം. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഏതാണ്? കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനമാണ് ഏത് കുട്ടികളെ? കേരളം. കാർബൺ ന്യൂട്രൽ കൃഷി നടപ്പിലാക്കിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ സ്റ്റക്കായ അങ്ങനെയെങ്കിൽ കാർബൺ ന്യൂട്രൽ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാ? കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാ കുട്ടികളെ? കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാ? പറഞ്ഞേ, കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. പ്രീവിയസ് ചോദ്യമാണ്. കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് കറക്റ്റ് ആണ് രഹ്ന. മീനങ്ങാടി. മീനങ്ങാടിയാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മീനങ്ങാടി. ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മീനങ്ങാടി ഏത് ജില്ലയിലാണ്? കൊല്ലത്താണോ, പാലക്കാടാണോ, കോട്ടയമാണോ, എറണാകുളമാണോ, കാസർഗോഡാണോ, കണ്ണൂരാണോ, കോഴിക്കോടാണോ? എവിടെയാണ്? ഇവിടെ എങ്ങുമല്ല. മീനങ്ങാടി പഞ്ചായത്ത് വയനാടാണ് മീനങ്ങാടി കേട്ടോ. വയനാടാണ് മീനങ്ങാടി. രണ്ട് ചോദ്യം. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി വയനാട് കേട്ടോ. മീനങ്ങാടി പഞ്ചായത്തുള്ള ആരെയും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സത്യമാണോ എന്നുള്ള കാര്യം. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും നീളം കൂടിയ അസ്ഥി
പിള്ളേർ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത് ചോദിക്കുന്നുണ്ട്. ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്നോ ഏറ്റവും വലിയ അസ്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഭീമർ തന്നെയാണ്. ഏതാ കുട്ടിയിലെ? ഭീമർ തന്നെയാണ്. ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്നോ ഏറ്റവും വലിയ അസ്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീമർ തന്നെയാണ്. ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ഏറ്റവും നീളം കൂടിയ കോശം, ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ഏറ്റവും നീളം കൂടിയ കോശം ഏതാ കുട്ടികളെ? പറഞ്ഞേ. ഏറ്റവും നീളം കൂടിയ കോശം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ് അല്ലെ? നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺസ്. ഏറ്റവും നീളം കൂടിയ കോശം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺസ്. ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ പേശി അല്ലെങ്കിൽ മസിൽ ഏതാണ്? ഏറ്റവും നീളം കൂടിയ പേശി. ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ്. ഏതാ കുട്ടികളെ? സാർട്ടോറിയസ്. സാർട്ടോറിയസ്. സാർട്ടോറിയസ് ആണ് ഏറ്റവും നീളം കൂടിയ പേശി. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ പേശി എന്നിട്ട് കഴിഞ്ഞാൽ സാർട്ടോറിയസ് ആണ്. സാർട്ടോറിയസ് ആണ്. ഓക്കെ. ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ് കുട്ടികളെ? ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? പറഞ്ഞേ. ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നെർവ്. വാഗസ് അല്ല, വാഗസ് അല്ല. ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. ഏതാ കുട്ടികളെ? സയാറ്റിക്. സയാറ്റിക് നാഡി. ഏതാ? സയാറ്റിക് നാഡി. സയാറ്റിക് നാഡി. സയാറ്റിക് നാഡിയാണ് ഏറ്റവും നീളം കൂടിയ നാഡി. വാഗസിന് ചോദ്യമുണ്ട്. എന്താ വാഗസിന്റെ ചോദ്യം? വാഗസിന്റെ ചോദ്യം എന്താ കുട്ടികളെ? ഏറ്റവും നീളം കൂടിയ ശിരോനാഡി. ഏറ്റവും നീളം കൂടിയ ശിരോനാഡി. ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ് ഏത് കുട്ടികളെ? വാഗസ് നാഡി. ഏതാണ്? വാഗസ് നാഡി. മനസ്സിലായ? ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ചോദിച്ചു കഴിഞ്ഞാൽ വാഗസ് നാഡി. ഓക്കെ, സെറ്റായിട്ട് പഠിച്ചോണം. ഏറ്റവും നീളം കൂടിയ അസ്ഥി ഭീമറാണ്, തുടയല്. ഏറ്റവും നീളം കൂടിയ അസ്ഥി ഭീമറാണ്, തുടയലാണ്. ഏറ്റവും നീളം കൂടിയ കോശം, ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണ്. ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. സാർട്ടോറിയസ് എവിടെയാ വരുന്നത്? സാർട്ടോറിയസ് എവിടെയാണ് വരുന്നത്? സാർട്ടോറിയസ് എവിടെയാ കുട്ടികളെ വരുന്നത്? സാർട്ടോറിയസ് എവിടെയാ വരുന്നത്? ഏറ്റവും നീളം കൂടിയ പേശിയായിട്ടുള്ള സാർട്ടോറിയസ് എവിടെയാ വരുന്നത്? കയ്യിലാണോ, കാലിലാണോ, തുടയിലാണോ, തലയിലാണോ, എവിടെയാണ്? നമ്മുടെ ഈ നീളം കൂടിയ ബോണായിട്ടുള്ള ഫീമർ ഉണ്ടല്ലോ, ആ ഫീമറിന്റെ കൂടെ ഇരിക്കുന്ന, ഭീമന്റെ കൂടെ ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഒരു പേശിയാണ് എന്ന് പറയുന്നത് സാർട്ടോറിയസ്. കേട്ടോ, ഭീമന്റെ കൂടെ ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഒരു പേശിയാണ് സാർട്ടോറിയസ്. അപ്പൊ തുടയലിന്റെ കൂടെ തന്നെ കാണും. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് ആണ്. ഏറ്റവും നീളം കൂടിയ ശിരോനാഡി എന്താണ് കുട്ടികളെ? വാഗസ് ആണ്. നിങ്ങൾക്കറിയാം എത്ര ശിരോനാഡികളുണ്ട് ശരീരത്തിൽ? 12 ജോഡി. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്നിട്ടാണ് നമ്മുടെ നാഡീ വ്യവസ്ഥ. അതായത് 43 ജോഡി നാഡികളുണ്ട്. 12 ജോഡി ശിരോനാഡികൾ, 31 ജോഡി സുഷുമ്ന നാഡികൾ, 31 ജോഡി സുഷുമ്ന നാഡികൾ. ടോട്ടൽ 43 പെയർ. ടോട്ടൽ 43 പെയർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ശരി, അപ്പൊ അത് മനസ്സിലായല്ലോ കുട്ടികൾ? അത് മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതെന്നാണ്? സിമ്പിൾ ചോദ്യമാണ്. അവിടെ കറക്റ്റ് ആണ്. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം സിറോസിസ് ആണ്. ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസ് ആണ്. കേട്ടോ? ഓക്കെ. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അത് നമ്മൾ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അത് നമ്മൾ അതിനങ്ങനെയല്ലല്ലോ പറയുന്നേ. നമ്മൾ പറയുന്നത് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നല്ലേ പറയുന്നത്. മദ്യപാനം കാരണം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വരും. മദ്യപാനം കാരണം വരുന്നതിനെ നമ്മൾ ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നല്ലേ പറയുന്നത്. ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. കേട്ടോ?
ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് രോഗമാണെങ്കിലും നമുക്ക് അമിത മദ്യപാനം കൊണ്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസും വരാം. അതിന് ചോദിച്ചാൽ കറക്റ്റ് ആണ്. നമുക്ക് അമിത മദ്യപാനം കാരണം നമുക്ക് ഹെപ്പറ്റൈറ്റിസും വരാം. അമിത മദ്യപാനം കാരണം നമുക്ക് ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾ പറയുന്നത് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് കേട്ടോ. എന്താണ് കുട്ടികളെ? ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ്. ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ്. മദ്യപാനം കാരണം കരളിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം ഏതാ കുട്ടികളെ? സിറോസിസ് ആണ്. സിറോസിസ്. ഓക്കെ. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ കുട്ടികളെ? മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ആർക്ക് പറയാം? മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് അല്ലെ? സെറിബെല്ലത്തെയാണ് മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് സെറിബെല്ലമാണ്. ഓക്കെ. മദ്യത്തോടുള്ള അമിത ആസക്തിയെ പറയുന്ന പേരെന്താ? മദ്യത്തോടുള്ള അമിത ആസക്തിയെ പറയുന്ന പേരെന്താ? ആർക്ക് പറയാം? മദ്യത്തോടുള്ള അമിത ആസക്തിയാണ് ഡിപ്സോമേനിയ. എന്താ കുട്ടികളെ? ഡിപ്സോമേനിയ. മദ്യത്തോടുള്ള അമിത ആസക്തിയെ പറയുന്ന പേരെന്താ കുട്ടികളെ? ഡിപ്സോമേനിയ. ഈ മദ്യപിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട്. നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, മദ്യപിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈ മദ്യപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ നാഡീയ പ്രേഷകമുണ്ട്. അതിന്റെ പേരെന്താ കുട്ടികളെ? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ മദ്യപിക്കുന്ന സമയത്ത് കറക്റ്റാണ് അനു. അതിന്റെ പേരാണ് ഗാബ. എന്താണ് ഗാബ? മദ്യപിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകത്തിന്റെ പേരാണ് ഗാബ. വാട്ട് ഈസ് ഗാബ? കറക്റ്റ് ആണ്. ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ്. എന്താ കുട്ടികളെ? ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ്. ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ് കേട്ടോ. ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ്. അപ്പം മദ്യപാനം കാരണം കരളിലുണ്ടാകുന്ന രോഗം സിറോസിസ്. മദ്യപാനം കാരണം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിന്റെ പേര് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അതുപോലെ മദ്യത്തോടുള്ള അമിത ആസക്തിയെ പറയുന്ന പേര് ഡിപ്സോമാനിയ. മദ്യപിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകമാണ് ഏത് കുട്ടികളെ? ഗാബ. ഗാബയുടെ പൂർണ്ണരൂപം ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ്. ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ് എന്നാണ് ഗാബയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എനർജിയും ഒരു ഉന്മാദം ഒക്കെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഗാബ ആക്റ്റീവ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ മദ്യപിച്ച ഒരാളെ കാണുമ്പോൾ അയാൾ നല്ല അങ്ങനെ ആടിക്കുഴഞ്ഞ് അങ്ങനെ രസി നിൽക്കുന്നത് മനസ്സിലാക്കുക. അയാളുടെ ശരീരത്തിൽ എന്ത് ആക്റ്റീവ് ആയിട്ടുണ്ട്? ഗാബ ആക്റ്റീവ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് അറിഞ്ഞുകൂടാത്ത ആരെയുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഈ മദ്യപിച്ച് അലമ്പുണ്ടാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കൂടെ ആളിന് ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ് ഇരിക്കണമെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കണം, ചേട്ടാ ആ ആളുടെ ശരീരത്തിൽ ഗാബ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പം വൈഫ് ക്ലാസ് ആണെന്ന പുരുഷന്മാരാണെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ കാമുകിയോടോ പറഞ്ഞു കൊടുക്കണം ആളുടെ ശരീരത്തിൽ ഗാബ ആക്റ്റീവ്. അപ്പൊ അവർ ഗാബയോ, വാട്ട് ഈസ് ദാറ്റ്? അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് ഈ സാധനമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ. പഠിച്ചിരിക്കുക, എല്ലാം പ്രാവർത്തികമാക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഗാബ പ്രൊഡക്ഷൻ. ഇഥായി ഇതായി എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ് ചോദ്യം. ഇഥായി ഏതേ? ഇതായി കാഡ്മിയം. ഏതാ കുട്ടികളെ? കാഡ്മിയം ആണല്ലേ? കാഡ്മിയം. ഇതായി എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ കാഡ്മിയമാണ്. ലെഡ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാ കുട്ടികളെ? പറഞ്ഞേ. ലെഡ് കാരണം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് പ്ലംബിസം. എന്താ കുട്ടികളെ? പ്ലംബിസം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അങ്ങനെ മെർക്കുറി കാരണം ഉണ്ടാകുന്ന രോഗം എന്താണ്?
മീനമാത. ഏതാ കുട്ടികളെ? മീനമാത. മീനമാത. മെർക്കുറി കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? മീനമാത. ഓക്കെ അല്ലേ? അപ്പൊ ഈ 3 രോഗങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCERT ബേസ് തന്നെയാണ്. ഇതാ എന്ന രോഗത്തിന് കാരണം ഏതാ കുട്ടികളെ? കാഡ്മിയം. കാഡ്മിയത്തിന്റെ സാന്നിധ്യമാണ് ഇതാ എന്ന രോഗത്തിന് കാരണമാകുന്നത്. ഓക്കെ അല്ലേ? ലെഡ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. മെർക്കുറി കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? മീനമാത. ഇതിലേതാ മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? പറഞ്ഞേ. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മാർജാര നൃത്ത രോഗം എന്ന് പറഞ്ഞാൽ മീനമാത. മാർജാര നൃത്ത രോഗം ഏതാ കുട്ടികളെ? മീനമാത. ഓക്കെ. നമ്മൾ ഈ വീട്ടിലൊക്കെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിങ്ങനെ ചാടിക്കളിക്കും. ഓക്കെ. നമ്മളിങ്ങനെ കടച്ചട്ടിയിൽ മീൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി പൂച്ച എങ്ങനെ ചാടിക്കളിക്കും, ഡാൻസ് കളിക്കുന്നിടത്ത്. അപ്പം കേട്ടോ, മീനമാത മാർജാര നൃത്ത രോഗം. കേട്ടോ, മീനമാത മാർജാര നൃത്ത രോഗം. കേട്ടോ, മീനമാത മാർജാര നൃത്ത രോഗം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്ത തിരഞ്ഞെടുക്കുക എന്നാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. വളരെ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ, ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. യെസ് ഓർ നോ? മാധ്യമം ആവശ്യമില്ല. മാധ്യമം ആവശ്യമുണ്ടോടെ? ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് മാധ്യമം ആവശ്യമില്ല. ശരിയാണ്. ഓക്കെ. ഇവയ്ക്ക് ഭാരമില്ല, ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ. ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ. ഊർജമുണ്ട്, അതായത് എനർജി ഉണ്ട്, ആക്കമുണ്ട്, അതുപോലെ തരംഗ ദൈർഘ്യവും ഉണ്ട്. ഓക്കെ അല്ലേ? ഭാരമില്ല, ഊർജവും ആക്കവും തരംഗ ദൈർഘ്യവും. ക്ലിയർ ആണ്. ഇനി 2 പോയിന്റ്. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. അതും ശരിയാണ്. ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണ്. അവിടെയാണ് തെറ്റ് വരുന്നത്. എന്താണ് തെറ്റ്? ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നു. അത് തെറ്റാണെന്ന് പറയുന്നു. എന്താണ് അതിന് ശരിയായിട്ടുള്ളത്? ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ പിന്നെ എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. എന്താ കുട്ടികളെ? അനുപ്രസ്ഥ തരംഗമാണ്. അനുപ്രസ്ഥ തരംഗം. എന്താണ്? അനുപ്രസ്ഥ തരംഗം. ഓക്കെ അല്ലേ? അനുപ്രസ്ഥ തരംഗമാണ്. ക്ലിയർ ആണ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗമല്ല, അനുപ്രസ്ഥ തരംഗമാണ്. ഓക്കെ. ശബ്ദം അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ ശരിയാണോ കുട്ടികളെ? ശബ്ദം, പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെങ്കിൽ ശബ്ദം അനുദൈർഘ്യ തരംഗമാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. കറക്റ്റ് ആണ്. പിള്ളേരെ, ശബ്ദം അനുദൈർഘ്യ തരംഗം. എന്താ കുട്ടികളെ? ശബ്ദം അനുദൈർഘ്യ തരംഗം. പഠിച്ചോണം. ശബ്ദം അനുദൈർഘ്യ തരംഗം. പ്രകാശം അനുപ്രസ്ഥ തരംഗം. ഓക്കെ അല്ലേ? പ്രകാശം അനുപ്രസ്ഥ തരംഗം, ശബ്ദം അനുദൈർഘ്യ തരംഗം. പ്രകാശം അനുപ്രസ്ഥ തരംഗം, ശബ്ദം അനുദൈർഘ്യ തരംഗം. ഓക്കെ. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ആർക്ക് പറയാം? പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാണ് കുട്ടികളെ? പറഞ്ഞേ. ക്ലിയർ ആണ്. അഗസ്റ്റസ് ഫ്രണൽ ആണ് അല്ലെ? അഗസ്റ്റസ് ഫ്രണൽ ആണ് കണ്ടെത്തിയത്. അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റസ് ഫ്രണൽ ആണ് കണ്ടെത്തിയത് കേട്ടോ. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയത് അഗസ്റ്റസ് ഫ്രണൽ ആണ്. മറക്കണ്ട, പ്രകാശം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അനുപ്രസ്ഥ തരംഗമാണ്, ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റസ് ഫ്രണൽ. ആരാ കുട്ടികളെ? അഗസ്റ്റസ് ഫ്രണൽ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഓർഡർ പഠിക്കാനായിട്ട് ഒരു കോഡുണ്ട്.
ഞാനൊരു കോഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആ കോഡ് ഓർമ്മയുണ്ടാടെ? ഒരു പെങ്കൊച്ചിന്റെ കഥ വെച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഓർഡർ പഠിക്കാൻ. ഞാൻ പറഞ്ഞുതരാം. ഒരു പെങ്കൊച്ചാണ്, അവളുടെ പേര് റിമി എന്നാണ്. അപ്പൊ റിമിയെ നമ്മള് RMI, RMI. അവർക്ക് ഇനിഷ്യൽ ഉണ്ട് VU, കേട്ടോ, VU. മനസ്സിലായ? റിമി VU, റിമി VU എന്ന് ഓർത്തിരിക്കുക. റിമി VU എന്ന് ഓർത്തിരിക്കുക. റിമി VU, ആളുടെ പേര് റിമി VU എന്നാണ്. ഓക്കെ, അവൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അവൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ആ പ്രേമം പൊട്ടി. അപ്പൊ പ്രേമം പൊട്ടുമ്പോൾ നമുക്കത് എന്തായി മാറും? ഇവിടെ പ്രേമം ഉണ്ടായിരുന്നു, പ്രേമം പൊട്ടുമ്പോൾ അത് എന്തായി മാറും? X ആയി മാറും, അല്ലേ? X ആയി മാറും. ഓക്കെ, X ആയി മാറും. ഓക്കെ, അത് X ആയി മാറി. പ്രേമം ഉണ്ടായി അതിനെ പൊട്ടാനാണ് നമ്മൾ X ലവർ എന്നൊക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ, X ആയി മാറി. അപ്പൊ നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ അടിപൊളി സെറ്റപ്പ് ഒക്കെ ആയി. നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ Xനെ കാണുകയാണ്. അപ്പൊ നമ്മൾ എന്ത് കാണിക്കും? വളരെ എന്ത് കാണിക്കും? നമ്മൾ ഗമ കാണിക്കും, കേട്ടാ. ഒന്ന് പോയേടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗമ കാണിക്കും. ഓക്കെ, നമ്മളപ്പോ ഗമ കാണിക്കും. ഓക്കെ, അപ്പൊ റിമി VU, ഈ ഇനിഷ്യൽ മാറിയ എല്ലാം പൊളിയും കേട്ടാ. റിമി VU എക്സിനോട് ഗമ കാണിച്ചു എന്ന് ഓർക്കുക. എന്ത് കാണിച്ചു കുട്ടികളെ? ഗമ കാണിച്ചു. ഓക്കെ അല്ലേ? റിമി VU എക്സിനോട് ഗമ കാണിച്ചു എന്ന് ഓർക്കുക, കേട്ടാ. നമ്മൾ റിമി മാത്രമല്ല, നമ്മളായാലും അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാരുണ്ട് എക്സിനെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് വീണ്ടും ബന്ധമുണ്ടാക്കി എല്ലാം അടിച്ച് പിരിഞ്ഞ് കുളമാവണ ടീമുകളുണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ റിമി VU എക്സിനോട് ഗമ കാണിച്ചു നടത്താൽ മതി. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കും, കേട്ടാ. അപ്പൊ ഇനി ഇതിന്റെ പേര് പഠിക്കണം. ഈ ഒരു ഓർഡർ വെച്ചിട്ട് പേര് പഠിക്കണം. R എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? R എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു? R എന്ന് വെച്ചാൽ എന്താ? റേഡിയോ വേവ്സ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രോണ് പറയുന്നത് റേഡിയോ വേവ്സ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? M എന്ന് പറഞ്ഞാൽ എന്താണ്? M എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറഞ്ഞാൽ MDMA ആണ്? അല്ല, മൈക്രോവേവ്സ്. എന്താ കുട്ടികളെ? മൈക്രോവേവ്സ്. I എന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് വേവ്സ്. എന്താ കുട്ടികളെ? ഇൻഫ്രാറെഡ് വേവ്സ്. R റേഡിയോ, M മൈക്രോ, I എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. V എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ എന്താണ്? V ആർക്ക് പറയാം? V എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം. V എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം. U എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? U എന്ന് പറഞ്ഞാൽ എന്താണ്? U എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ്. U എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ്. ഓക്കെ, X എന്ന് പറഞ്ഞാൽ എക്സ്റേ, ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ റേസ്. ഓക്കെ അല്ലേ? അപ്പം റേഡിയോ വേവ്സ് സിമ്പിൾ ആണ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ് ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. ഈ 7 ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കാര്യം പഠിച്ചോണം. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മൾ ഈ ഒരു ഓർഡറിലാണ് ഇതിന്റെ എന്ത് കൂടി പോകുന്നത് കുട്ടികളെ? ഈ ഒരു ഓർഡറിലാണ് എന്ത് കൂടി പോകുന്നത്? 2 കാര്യങ്ങൾ കൂടി പോകുന്നത്. ഏത് 2 കാര്യങ്ങൾ? ഒന്ന് ആക്കം, അതായത് ഫ്രീക്വൻസി. ഒന്ന് ഏതാ കുട്ടികളെ? ഫ്രീക്വൻസി, ആക്കം. അതായത് ആക്കം ഏറ്റവും കുറവ് ഏത് വരുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏത് വരും കുട്ടികളെ? പറ. ആക്കം ഏറ്റവും കുറവ് വരുന്നത് ആക്കവും ആവൃത്തി ഒന്ന് തന്നെയാണ്. ആക്കം അല്ലെങ്കിൽ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവ് വരുന്നത് റേഡിയോയ്ക്കും അതുപോലെ തന്നെ ഏതിനാണ് കുട്ടികളെ? ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് ഗാമയ്ക്കുമാണ്. ക്ലിയർ ആണല്ലോ?
ഇനി ശ്രദ്ധിച്ച് കേട്ടോണെ, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഇനി എനർജി, 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 ഊർജം. ഊർജം ഏറ്റവും കുറവ് വരുന്നത് റേഡിയോയ്ക്കും, ഏറ്റവും കുറവ് വരുന്നത് റേഡിയോയ്ക്കും, ഏറ്റവും കൂടുതൽ വരുന്നത് ഗാമയ്ക്കുമാണ്. മനസ്സിലായ? എനർജി അല്ലെങ്കിൽ ഊർജം ഏറ്റവും കുറവ് വരുന്നത് റേഡിയോയ്ക്കും, ഏറ്റവും കൂടുതൽ വരുന്നത് ഗാമയ്ക്കുമാണ്. മനസ്സിലായല്ലോ? ഇനി തിരിച്ചൊരു സംഭവം വരും, തിരിച്ച്. അത് ഏതാണ് കുട്ടികളെ? ഏറ്റവും കുറവ് ഗാമയ്ക്കും ഏറ്റവും കൂടുതൽ റേഡിയോയ്ക്കും വരുന്നത് ഏതാണ്? വേവ് ലെങ്ത്. ഏതാ കുട്ടികളെ? വേവ് ലെങ്ത് കേട്ടോ, വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത്, വേവ് ലെങ്ത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങളിപ്പോ ആദ്യം ഈ ഓർഡർ പഠിക്കണം. അതായത് RMI, VU, X, ഗാമ എന്ന് വെച്ചിട്ട് ഓർഡർ പഠിക്കണം. എന്നിട്ട് അങ്ങോട്ട് ഫ്രീക്വൻസിയും എനർജിയും കൂടിപ്പോവും, ഇങ്ങോട്ട് വേവ് ലെങ്ത് കൂടി വരും. അതായത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോയ്ക്കും വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമയ്ക്കുമാണ്. എന്നാൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ റേഡിയോയ്ക്കും ഏറ്റവും കുറവ് റേഡിയോയ്ക്കും ഏറ്റവും കൂടുതൽ ഗാമയ്ക്കുമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീക്വൻസിയും എനർജിയും കൂടിപ്പോവും. മനസ്സിലായ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീക്വൻസിയും എനർജിയും എന്തെയും കൂട്ടില്ല കൂടിപ്പോവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വേവ് ലെങ്ത് കൂടും. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത് റേഡിയോയ്ക്കും ഏറ്റവും കുറവ് വേവ് ലെങ്ത് വരുന്നത് ഗാമയ്ക്കുമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത് ഗാമയ്ക്കും ഏറ്റവും കുറവ് ഫ്രീക്വൻസി വരുന്നത് റേഡിയോയ്ക്കുമാണ്. ആ ഒരു ഓർഡറിലാണ് ഇത് വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായ? ഓക്കെ, വേണം ഞാൻ ഒന്നുകൂടെ എഴുതി പറഞ്ഞു തരാം. വേവ് ലെങ്ത് നിങ്ങൾ തന്നെ പറ. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാ? വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാ? പറഞ്ഞേ, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാ? പറഞ്ഞേ, ഒന്ന് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് പോവാം. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ. വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കാ? വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കാ? വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കാ? വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമയ്ക്ക്. ഗാമ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കൂടുതൽ ആർക്കാ? പറയാ, ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ആർക്കാ? ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ഗാമയ്ക്ക്. ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ഗാമയ്ക്ക്. ഫ്രീക്വൻസി ഏറ്റവും കുറവ് വരുന്ന ആർക്കാ? ഫ്രീക്വൻസി ഏറ്റവും കുറവ് വരുന്നത് റേഡിയോയ്ക്ക്. ഫ്രീക്വൻസി ഏറ്റവും കുറവ് വരുന്നത് റേഡിയോയ്ക്ക്. ക്ലിയർ ആണ്. ഇനി അടുത്ത് എനർജി. എനർജി. എനർജി ഏറ്റവും കൂടുതൽ ആർക്കാ? എനർജി ഏറ്റവും കൂടുതൽ ഗാമയ്ക്ക്. ഗാമയ്ക്ക്. എനർജി ഏറ്റവും കുറവ് ആർക്കാ കുട്ടികളെ? റേഡിയോയ്ക്ക്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എനർജിയും ഫ്രീക്വൻസിയും കൂടും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കൂടും. അപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഓർത്തിരിക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ, ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും, ഓക്കെ, കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഭാരമില്ല, ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ ഈ പേരുകൾ ഓർത്തിരിക്കുക. അങ്ങോട്ട് പോകുമ്പോൾ, അതായത് റേഡിയോയിൽ നിന്ന് ഗാമയിലോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസിയും എനർജിയും കൂടുമെന്നും, ഗാമയിൽ നിന്ന് റേഡിയോയിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കൂടുമെന്ന് ഓർത്തിരിക്കുക. ആ കോഡ് വെച്ച് ഓർത്തിരിക്കുക. കോഡ് നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് പോണതിന് മുമ്പ് റിവിഷൻ ചെയ്യുമ്പോൾ വായിച്ചിട്ട് പോകണം. ഇത് നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ആണെങ്കിൽ അടുത്ത ഏരിയയിലോട്ട് പോവാം. ഓക്കെ അല്ലേ പിള്ളേരെ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. മരുഭൂമിയിലെ മരീചിക അല്ലെങ്കിൽ മിറാഷ് രൂപപ്പെടുന്നത്?
പറ വളരെ. ആ, മരുഭൂമിയിൽ മരീചിക അല്ലെങ്കിൽ മിറാഷ് രൂപപ്പെടുന്നതിനുള്ള കാരണം ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേ പിള്ളേരെ? ഇതൊരു +2 ലെവൽ എക്സാം ആയതുകൊണ്ടാണ് ഇതിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലാക്ഷൻ ആൻസർ ആയി വന്നത്. ഇൻ കേസ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ്, അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലാക്ഷൻ ഇല്ല, പൂർണ്ണാന്തര പ്രതിഫലനം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷനാണ് അടുത്ത് നോക്കേണ്ടത്? ഏത് ഓപ്ഷനാണ് കുട്ടികളെ നിങ്ങൾ നോക്കേണ്ടത്? പിള്ളേരെ, അത് ഏതാണ്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അതായത് നമുക്ക് +1 +2 നമുക്ക് പറയുന്നത് ഈ പറയുന്ന പൂർണ്ണാന്തര പ്രതിഫലനവും ഈ അപവർത്തനത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഇതിനാണ് എന്ന് പറയുന്നത് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ അപവർത്തനമാണ് നമ്മുടെ 10th ലെവൽ വരെയുള്ള ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ എഴുതണം കേട്ടോ. മരീചിക കാരണം ചോദിക്കുകയാണ്. ഓപ്ഷൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് പൂർണ്ണാന്തരിക പ്രതിഫലനം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് എഴുതുക. അപവർത്തനം, അതില്ലെങ്കിൽ അപവർത്തനം നോക്കുക. ചിലപ്പോൾ 2ഉം തന്നിട്ട് ഇപ്പം 1ഉം 2ഉം ശരിയാണ്, 2ഉം 1ഉം ശരിയാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ തരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 2ഉം ശരിയാണ്. അപവർത്തനം എന്ന് പറഞ്ഞാലും ശരിയാണ്, അതുപോലെ പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ അല്ലേ? അപവർത്തനം എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ. എന്താ കുട്ടികളെ? റിഫ്രാക്ഷൻ. അപവർത്തനം എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. എന്താണ്? റിഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? മനസ്സിലായോ കുട്ടികളെ? മഴവില്ല് PSC ചോദിക്കാറുണ്ട്. മഴവില്ലിന് കാരണം എന്താ? മഴവില്ലിന് കാരണം എന്താ കുട്ടികളെ? മഴവില്ലിന് കാരണം എന്താ? മഴവില്ല് നക്ഷത്രങ്ങളുടെ തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മഴവില്ല് എന്താ കുട്ടികളെ? മഴവില്ല് പ്രകീർണനമാണല്ലേ? പ്രകീർണനത്തിന്റെ ഇംഗ്ലീഷ് എന്താ കുട്ടികളെ? പ്രകീർണനത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? പ്രകീർണനം ഡിസ്പെർഷൻ എന്ന് പറയും. എന്താ കുട്ടികളെ? മഴ പോയാ മഴവില്ല് അല്ലെങ്കിൽ പ്രകീർണനം. ഓക്കെ, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് പ്രകീർണനം? പറഞ്ഞേ, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് പ്രകീർണനം? പ്രകീർണനം എന്താ? പറയാവോ? പ്രകീർണനം എന്താണ്? പ്രകീർണം എന്ന് വെച്ചാൽ നമുക്കറിയാം, പ്രകാശത്തിന് ഘടകവർണ്ണങ്ങളുണ്ടല്ലേ? പ്രകാശത്തിന് ഘടകവർണ്ണങ്ങളുണ്ട്. അതായത് പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ വിബ്ജിയോർ എന്ന് പറയും നമ്മൾ. വിബ്ജിയോർ അല്ലെ? വിബ്ജിയോർ. പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ? പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. അല്ലേ? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. അതുപോലെ ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും നീലനിറത്തിന് കാരണം കാരണം എന്താണ്? അത് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്. അല്ലേ? വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്. ഓക്കെ, കൊള്ളാം. ശരി, അടുത്ത ദിവസം നോക്കാം. നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പൊ മറക്കണ്ട, മരീചിക പൂർണ്ണാന്തര പ്രതിഫലനം ഓർ അപവർത്തനം. ഓക്കെ അല്ലേ? മഴവില്ല് പ്രകീർണനം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും നീലനിറത്തിന് കാരണം വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്.